വിശ്വാസവും നൂറ്റാണ്ടുകളുടെ പാരമ്പര്യവുമുള്ള കുമാരനല്ലൂർ ദേവീക്ഷേത്രത്തിന്റെ മച്ചിൽ നിന്ന് കണ്ടെത്തിയ അത്യപൂർവ താളിയോല ശേഖരം ഇന്ന് മഹത്തായ സംസ്കാരത്തിന്റെ അടയാളമാവുകയാണ്. കോട്ടയം ജില്ലയുടെ ചരിത്രവും സംസ്കാരവും ഇഴപാകിയ പൈതൃക രേഖയാണ് കുമാരനല്ലൂർ അമ്മയുടെ സന്നിധിയിലെ ഈ അമൂല്യ ശേഖരം. ഈ അമൂല്യ പൈതൃകത്തെ സംരക്ഷിക്കുകയും ലോകത്തിന് സമർപ്പിക്കുകയും ചെയ്ത ശേവതി മ്യൂസിയം ആൻഡ് ഇൻഡോളജിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കാണ് നമ്മുടെ യാത്ര. ഞാൻ ഭാരത് മിഷൻ തെരഞ്ഞെടുത്ത രാജ്യത്തെ 40ഓളം പൈതൃക ഗവേഷണ സ്ഥാപനങ്ങളിൽ കേരളത്തിൽ നിന്നും ഇടം നേടിയ പൈതൃക പുണ്യമാണ് ശേവതി. നൂറ്റാണ്ടുകളുടെ ചരിത്രവും സംസ്കാരവും പേറുന്ന ഈ അമൂല്യ താളിയോല നിധികൾക്ക് ഒരു കാവൽക്കാരനെ കാലം തേടുകയായിരുന്നു. ഒരു ദേവീ നിയോഗം പോലെ ഈ പൈതൃക സമ്പത്ത് സംരക്ഷിക്കുവാനും വരും തലമുറകൾക്കായി കരുതി വയ്ക്കുവാനും ശേവതി മ്യൂസിയം ആൻഡ് ഇൻഡോളജിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഫൗണ്ടർ ക്യൂറേറ്ററായ ഡോക്ടർ എസ് രാജേന്ദു സാർ ഇവിടെ എത്തിച്ചേർന്നു. അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ 2024 ജാനുവരി ഫെബ്രുവരി മാസങ്ങളിൽ ഇവിടെ കുമാരനല്ലൂർ ഭഗവതി ക്ഷേത്രത്തിലെ കച്ചേരി മാളികയുടെ തട്ടൻപുറത്ത് കൂടിക്കിടന്നിരുന്ന ഒരുപാട് താളിയോലകൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അന്നത്തെ മാനേജ്മെൻറ്റ് താല്പര്യം എടുക്കുകയുണ്ടായി. അവർ ആ താളിയോലകളെ സംരക്ഷിക്കുന്നതിന് പറ്റുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കുകയും അങ്ങനെ 2024 ഫെബ്രുവരി 4 ഇവിടെ വരികയും ചെയ്തു. ഇത് പരിശോധിച്ചപ്പോൾ ഇതിൽ വളരെ അപൂർവമായിട്ടുള്ള അനവധി പ്രമാണങ്ങൾ ഇതിനകത്തുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. അങ്ങനെ അത് സംരക്ഷിച്ച് ഒരു റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഒരു മ്യൂസിയവും റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടും സ്ഥാപിക്കാൻ വേണ്ടി ഒരു പ്രൊജക്റ്റ് തയ്യാറാക്കുകയും ചെയ്തു. അങ്ങനെ 2024 ഏപ്രിൽ മാസം 23 ഒരു കൺസർവേറ്റർ രമ്യ ബി ഇവിടെ അടുത്തുള്ള ഒരു വ്യക്തിയെ അപ്പോയിൻ്റ് ചെയ്ത് അവർക്ക് ട്രെയിനിങ് കൊടുത്തു. ഫ്രഞ്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒരു പ്രൊജക്റ്റിൽ തൃശ്ശൂരിൽ വെച്ച് ട്രെയിനിങ് കൊടുക്കുകയുണ്ടായി. അതിനുശേഷം ഈ ഓലകൾ മുഴുവനായിട്ടും ബണ്ടിൽ ചെയ്യുകയും തരംതിരിക്കുകയും അതിനുശേഷം അത് എത്ര എണ്ണുണ്ടെന്ന് നോക്കുകയും പ്രധാനമായിട്ടും 4 ക്ലാസിഫിക്കേഷനാണ് തയ്യാറാക്കിയത്. 1 ടെമ്പിൾ റെക്കോർഡ്സ്, 2 ലാൻഡ് റവന്യൂ റെക്കോർഡ്സ്, പിന്നെ മിസ്ലേനിയസ് റെക്കോർഡ്സ്, പിന്നെ കമ്മ്യൂണിക്കേഷൻ, ഇങ്ങനെ 4ആയിട്ട് തിരിക്കുകയും ചെയ്തു. ഇതിൽ ടെമ്പിൾ റെക്കോർഡ്സ് എന്ന് പറയുന്നത് ആദ്യകാലത്തുള്ള ക്ഷേത്രത്തിൻ്റെ എല്ലാ ദൈനംദിന വരുമാന ചെലവുകളെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും അടങ്ങിയതാണ്. അത് 1880 ശേഷം അവർ പേപ്പർ ലെഡ്ജറുകളിലേക്ക് മാറി. അതിന് മുമ്പേ ഉണ്ടായിരുന്ന ഓലകളാണ് ഇതിലുള്ളത്. രണ്ടാമത് ലാൻഡ് റവന്യൂ റെക്കോർഡ്സാണ്. അത് ഈ ക്ഷേത്രത്തിൻ്റെ ഭൂമി ഏതാണ്ട് ഒരു 20 കിലോമീറ്റർ ചുറ്റളവിൽ ക്ഷേത്രത്തിന് ഭൂമി ഉണ്ടായിരുന്നു. അയ്മനം, നട്ടാശ്ശേരി, ഏറ്റുമാനൂർ, മാഞ്ഞൂർ, പെരുന്തുരുത്തി, കല്ലറ, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ ക്ഷേത്രത്തിന് ഒരു കാലത്ത് ഭൂമി ഉണ്ടായിരുന്നതിൻ്റെ പല ആധാരങ്ങൾ, അതുപോലെ അതിൽ നിന്ന് കിട്ടുന്ന കാണക്കച്ചീട്ടുകൾ, പാട്ടശീട്ടുകൾ, ഇങ്ങനെയുള്ള പ്രമാണങ്ങൾ അതിനകത്തുണ്ട്. മറ്റ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഇവിടുത്തെ വിശേഷാവസരങ്ങളിൽ ക്ഷേത്രത്തിൽ നിന്ന് ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടി എഴുതി അയക്കുന്ന പ്രമാണങ്ങളാണ്. ഇത് കൂടാതെ പലവിധം എന്ന് പറഞ്ഞ് നമ്മൾ ക്ലാസിഫൈ ചെയ്തതിൽ ക്ഷേത്രത്തിൽ ഒരു കാലത്തുണ്ടായിരുന്ന പല ആചാരങ്ങളെക്കുറിച്ചും അതുപോലെ പല പ്രത്യേക സംഭവങ്ങളെക്കുറിച്ചും ഒക്കെ ഉള്ള വിവരങ്ങൾ അതിനകത്തുണ്ട്. ഇങ്ങനെ ക്ഷേത്രത്തിൻ്റെ ഓലകൾ മാത്രം ഏതാണ്ട് 37,200 വരുന്ന ഒരു ബൃഹത് ശേഖരമാണ് ഇവിടെയുള്ളത്. രണ്ടാമതായിട്ട് ഉള്ളത് ക്ലാസിക്കൽ ടെക്സ്റ്റുകളാണ്. അതിൽ ഭാഗവത മഹാപുരാണമുണ്ട്, ബ്രഹ്മാണ്ഡ പുരാണം, അങ്ങനെയുള്ള മറ്റ് പുരാണങ്ങളൊക്കെ ഉണ്ട്. അതുകൂടാതെ മഹാഭാരതത്തിൻ്റെ വിവിധ പർവ്വതങ്ങളുണ്ട്. പിന്നെ ഇതിലുള്ളത് ബോട്ടണിയുടെ ടെക്സ്റ്റ് ഉണ്ട്, വൃക്ഷാദികളുടെ ഫലം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ടെക്സ്റ്റുകളുണ്ട്.
പിന്നെ ഏറ്റവും ശ്രദ്ധേയമായത് അനവധി ആയുർവേദ ഗ്രന്ഥങ്ങളാണ്. ഇത് പ്രധാനമായിട്ടും കിട്ടിയിട്ടുള്ളത് കുളശ്ശേയിലെ ചീരട്ടമണ്ണ ഇല്ലത്ത് നിന്നുള്ള ഗ്രന്ഥങ്ങളാണ് ഇവിടെ സൂക്ഷിച്ചിട്ടുള്ളത്. അതുമാത്രം വളരെ വലിയൊരു കളക്ഷനാണ്. അതിൽ അപൂർവമായിട്ടുള്ള ഗ്രന്ഥങ്ങളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥം എന്ന് പറയുന്നത് സുശ്രുത സംഹിതയാണ്. സുശ്രുതം പൊതുവെ കേരളത്തിൽ നടപ്പില്ല. അത് എന്തുകൊണ്ടാണെങ്കിൽ അഷ്ടവൈദ്യന്മാർക്ക് ഈ സർജറി ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഒരു പതിത്വം വരും, ഛേദിച്ചാൽ ഒരു പതിത്വം വരും, ഭ്രഷ്ട് വരും എന്നൊരു സങ്കല്പം ഉണ്ടായിരുന്നതുകൊണ്ട് പൊതുവെ സുശ്രുതത്തിൻ്റെ താളിയോല ഗ്രന്ഥങ്ങൾ കേരളത്തിൽ കുറവാണ്. പക്ഷേ ഇവിടെ ഭാഗ്യത്തിന് നമുക്ക് സുശ്രുതത്തിൻ്റെ ഒറിജിനൽ ടെക്സ്റ്റ് ഇവിടെ ഉണ്ട്. അത് കൂടാതെ പിന്നെ അനവധി അഷ്ടാംഗഹൃദയമുണ്ട്, പിന്നെ മാതംഗലീല, പാലകാപ്യം, പിന്നെ ഹസ്തേർവേദത്തിൻ്റെ ഗ്രന്ഥങ്ങൾ, മറ്റ് ഗ്രന്ഥങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനെ ബൃഹത്തായിട്ടുള്ള ഒരു യോഗരത്ന സമുച്ചയമുണ്ട്. അങ്ങനെ പല അപൂർവ ഗ്രന്ഥങ്ങളും ഇവിടെ ഉണ്ട്. നേത്രചികിത്സയെ പറ്റിയിട്ടുണ്ട്. ഇതെല്ലാം ഇതിനകത്തുണ്ട്. ഇത്തരം ക്ലാസിക്കൽ ടെക്സ്റ്റുകളുടെ പഠനമാണ് ഒരു വലിയ സാധ്യത. രണ്ട് തരത്തിലാണ് ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. 2025 ഇത് ഒരു ട്രസ്റ്റായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ശേവതി മ്യൂസിയം ആൻഡ് ഇൻഡോളജിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ട്രസ്റ്റ് എന്നുള്ള പേരിൽ ഇതൊരു ട്രസ്റ്റായി രജിസ്റ്റർ ചെയ്യുകയും അമ്പലത്തിലുള്ള ഊരായ്മ കുടുംബങ്ങളിൽ അതേ അംഗങ്ങളെ വെച്ചുകൊണ്ട് തന്നെയാണ്, 9 അംഗങ്ങളെ കുറിച്ചുകൊണ്ട് തന്നെയാണ് ഇതും ഒരു ട്രസ്റ്റാക്കി മാറ്റിയിട്ടുള്ളത്. ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് അക്കാഡമിക് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടും ഒരു മ്യൂസിയം, പൊതുജനങ്ങൾക്ക് ഒരു മ്യൂസിയമായിട്ട് ഇങ്ങനെ ഒരു പഠന മേഖലയുണ്ട് എന്നും അത് എല്ലാവരും ഉപയോഗിക്കേണ്ടതാണ് എന്നും നമ്മൾക്ക് പറഞ്ഞ് ഒരു ബോധവൽക്കരണം നടത്തുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ലക്ഷ്യം. അങ്ങനെ തുടങ്ങിയിട്ട് ഒരു 2025 തന്നെ നമുക്ക് നവംബർ 14 നമുക്ക് ജ്ഞാനഭാരത മിഷൻ, ഗ്യാൻ ഭാരത മിഷൻ എന്ന് പറഞ്ഞ് നാഷണൽ മിഷൻ ഫോർ മാനുസ്ക്രിപ്റ്റ്സ് ആണ്. അത് മിനിസ്ട്രി ഓഫ് കൾച്ചറിൻ്റെ കീഴിൽ ന്യൂഡൽഹിയിൽ ഒരു MOU സൈൻ ചെയ്യാൻ സാധിക്കുകയും അത് പ്രകാരം പിന്നെ നമ്മൾക്ക് അതിന് വേണ്ട ഫണ്ടിങ് എല്ലാം അനുവദിക്കുകയും ചെയ്തു. നമുക്ക് കൺസർവേഷന് വേണ്ടിയിട്ട് 1 തൊട്ടിട്ട് ജൂലൈ 1 തൊട്ട് നമ്മൾക്കൊരു കൺസർവേഷൻ സ്പെഷ്യലിസ്റ്റിനെ അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് രണ്ടും കൂടാതെ ഒരു സ്ക്രിപ്റ്റ് ആൻഡ് ലാംഗ്വേജ് എക്സ്പേർട്ടിൻ്റെ ഒരു വർക്കുണ്ട്. പിന്നെ ഇതിലുള്ള പിന്നെ ടെക്സ്റ്റുകൾ പബ്ലിഷ് ചെയ്യുക എന്നുള്ളതും വായിക്കുക എന്നുള്ളതും ഒക്കെ ആയിട്ടുള്ള ഒരു വലിയ ദൗത്യം നമ്മൾ ആളുകളെ ഉപയോഗിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ഇങ്ങനെ ഏതാണ്ട് പിന്നെ 14 പേര് ഈ പിന്നെ സ്ഥാപനത്തിൽ ജൂലൈ 1 തൊട്ട് നമുക്ക് ഇവിടെ പ്രവർത്തിച്ചു വരുന്നുണ്ട്. ഇങ്ങനെ ബൃഹത്തായിട്ടുള്ളൊരു സ്ഥാപനമായിട്ട് ഇത് വളർത്തിയെടുക്കുന്നത് യഥാർത്ഥത്തിൽ അതിൻ്റെ മാനേജ്മെൻറ്റ്, അതിന് ഭഗവതിയുടെ അനുഗ്രഹമുണ്ട്. അത് കൂടാതെ പിന്നെ നമ്മൾക്ക് ഈ നാട്ടുകാർ, മറ്റുള്ള എല്ലാവരും ഇതിനോടനുബന്ധിച്ച് ആരൊക്കെയുണ്ടോ അക്കാഡമിക് ലോകങ്ങൾ ഇവിടെ, അവരൊക്കെ ഇതിന് പ്രോത്സാഹനം തന്നിട്ടുണ്ട്. ഇതിൽ ഒരു പിന്നെ കോഴ്സുകൾ നടത്തിയിട്ടുണ്ട് ഇവിടെ. ഈ സ്ക്രിപ്റ്റിൽ, മാനുസ്ക്രിപ്റ്റിൽ, അതുപോലെ എപ്പിഗ്രാഫിയിൽ ഇവിടെ കോഴ്സുകൾ നടത്തിയിട്ടുണ്ട്. 50-ലധികം കുട്ടികൾ ഇവിടെ പങ്കെടുത്തു. ഇൻറ്റേൺഷിപ്പ് ഇപ്പോൾ MG യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഇൻറ്റേൺഷിപ്പ് തയ്യാറാക്കി. അതിൽ ഈ വെക്കേഷനിൽ 101 കുട്ടികൾ അതിൽ പങ്കെടുത്തു. ബസ്ലേസ് കോളേജിൽ, അതുപോലെ NSS ഹിന്ദു കോളേജ് ചങ്ങനാശ്ശേരി, പിന്നെ ST കോളേജ് കാഞ്ഞിരപ്പള്ളി, ഇവിടെ നിന്നൊക്കെ ആയിട്ട് കുട്ടികൾ പങ്കെടുക്കുകയുണ്ടായി. പിന്നെ ചില വർക്ക്ഷോപ്പുകൾ ഇതിൽ കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. ഈ വർക്ക്ഷോപ്പുകളിൽ നമ്മൾ ചെയ്യുന്ന എന്താണെങ്കിൽ ഇവിടുത്തെ ക്ലാസിക്കൽ ടെക്സ്റ്റുകൾ, അതുപോലെ ഇതിന് ചുറ്റുമുള്ള ഇല്ലങ്ങളിലെ ക്ലാസിക്കൽ ടെക്സ്റ്റുകൾ നമ്മൾ നോക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ സൂര്യകാരണി മനയിൽ ഉണ്ടായിരുന്ന ഒരു മന്ത്രവാദത്തിൻ്റെ ഗ്രന്ഥം പ്രയോഗസാരം എന്ന് പറയുന്നൊരു മന്ത്രവാദ ഗ്രന്ഥമാണ്. അത് ശൈവമാണ്, ശക്തയായിട്ടുള്ളതാണ്. അതിൽ പിന്നെ അതിൻ്റെ ഗ്രന്ഥലിപിയിലുള്ളത് ഇവിടെ വെച്ച് പിന്നെ ഒരാഴ്ച 6 പേരിരുന്ന് മുഴുവനായിട്ടും അത് ട്രാൻസ്ലിട്രേഷൻ ചെയ്തെടുത്ത് അതിൻ്റെ ഗ്രാമർ ആൻഡ് കോമ്പോസിഷനും അതിൻ്റെ ട്രാൻസ്ലിട്രേഷനും കംപ്ലീറ്റ് ആക്കി ചെയ്യാൻ സാധിച്ചു. അങ്ങനെ എല്ലാ തരത്തിലുള്ള ക്ലാസിക്കൽ മേഖലകളിലെ അക്കാഡമിക് ഗവേഷണമാണ് ഈ സ്ഥാപനത്തിൻ്റെ ലക്ഷ്യം. ഇതിൻ്റെ ഭാവി എന്തെന്നാണെങ്കിൽ ഇത് സമൂഹം ഉപയോഗിക്കണം. അതായത് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യാനേ നമുക്ക് കഴിയുള്ളൂ.
അത് ഉപയോഗിക്കേണ്ടത് വലിയൊരു തലമുറയാണ്. ഈ അക്കാഡമിക് ഗവേഷണ രംഗത്ത് പരിചയമുള്ളവരും ആ രംഗത്ത് താല്പര്യമുള്ളവരും ഇന്ത്യയിലും വിദേശത്തും ഒക്കെ ഉള്ള ആളുകൾ ഇത് ധാരാളമായിട്ട് ഉപയോഗിക്കുകയും ഇതിനെ പ്രസിദ്ധീകരിക്കാനും അതിൽ കൂടുതൽ നല്ല പഠനങ്ങൾ വെളിച്ചത്ത് കൊണ്ടുവരാനും വേണ്ടി ശ്രമിക്കണം. അതിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഷേവതി മ്യൂസിയം ആൻഡ് ഇൻഡോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇവിടെ കുമാരനല്ലൂരിൽ ഒരുക്കിയിട്ടുണ്ട്. ആർക്കും ഇവിടെ വരാം, ഇവിടെ വർക്ക് ചെയ്യാം, ഇവിടെ വലിയ തോതിൽ പ്രവർത്തിക്കാം. ഇത് കുമാരനല്ലൂർ ക്ഷേത്രത്തിൽ ഈ വട്ടശ്രീകോവിലിൻ്റെ ഒരു വശത്തായിട്ട് മാല കിട്ടുന്ന ഒരു ഭാഗമുണ്ട്. അത് ഇവിടെയുള്ള ഭിത്തിയിൽ സ്ഥാപിച്ചിട്ടുള്ള ഒരു കല്ലിലുള്ള എഴുത്താണ്. ഇത് 2 കല്ലുകളാണ്. ഇതിന് പറയുക കുമാരനല്ലൂർ ശാസനം എന്നാണ്. കുമാരനല്ലൂരിൽ 1000 കൊല്ലം മുമ്പ് ഈ ക്ഷേത്രം നിർമ്മിച്ച സമയത്ത് ആ ക്ഷേത്ര സ്ഥാപനത്തിലെ വ്യവസ്ഥകളാണ് ഇതിൽ എഴുതിയിട്ടുള്ളത്. സ്വസ്തി ശ്രീ കന്നിയിൽ വ്യാഴം എന്നയാണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഇത് തുടങ്ങുന്നത്. ഇതിൻ്റെ ട്രാൻസ്ലേഷനും നമുക്ക് മുൻകൂട്ടിയിട്ട് സുബ്രഹ്മണ്യ അയ്യർ ട്രാൻകർ ആർക്കിയോളജി സീരീസിൻ്റെ 3ാം ഭാഗത്ത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതുകൂടാതെ തിരുവല്ലയിൽ പി ഉണ്ണീഷൻ നായരും ഇതിൻ്റെ ഒരു പഠനം, വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം പ്രസിദ്ധീകരിക്കുകയുണ്ടായി. ഈ കുമാരനല്ലൂർ ശാസനത്തിൻ്റെ വ്യവസ്ഥകളെല്ലാം പറയുന്നത് ക്ഷേത്രം സ്ഥാപിച്ചതിന് ശേഷം ക്ഷേത്രം എങ്ങനെയാണ് നടത്തേണ്ടത് എന്നതിനെക്കുറിച്ചും അതിൽ എന്തൊക്കെ നിയമങ്ങളാണ്, എന്തെല്ലാം അനുശാസനങ്ങളാണ് ഉള്ളത് എന്നും വളരെ വ്യക്തമായിട്ട് പ്രതിപാദിച്ചിട്ടുണ്ട്. ഇത് അക്കാലത്തുണ്ടായിരുന്ന സാമൂഹ്യ വ്യവസ്ഥിതിയുടെ ഒരു ശരിയായ പ്രതിഫലനമാണ്. പുരാണൻ, അതുപോലെ സമൂഹം, അങ്ങനെ അത് തമ്മിലുള്ള ബന്ധം, അതിന് വേണ്ട വ്യവസ്ഥകൾ, അങ്ങനെ ഓരോന്നും ഇതിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. കോട്ടയം ജില്ലയുടെ ചരിത്രവും സംസ്കാരവും ഇഴപാകിയ പൈതൃക രേഖയാണ് കുമാരനല്ലൂരമ്മയുടെ സന്നിധിയിലെ ഈ അമൂല്യ ശേഖരം. കാലത്തിന്റെ പൊടിപടലങ്ങൾക്കിടയിലും ജ്ഞാനത്തിന്റെ പ്രകാശം മങ്ങാതെ സൂക്ഷിച്ച അമൂല്യനിധികൾ. കാലം എത്ര മായ്ക്കാൻ ശ്രമിച്ചാലും ചരിത്രം മങ്ങാതെ മായാതെ കാത്തു സൂക്ഷിച്ച ചില അപൂർവ സാക്ഷ്യങ്ങളുണ്ട്. ഓരോ താളിലുമുണ്ട് ഒരു യുഗത്തിന്റെ ഹൃദയസ്പന്ദനം. ഓരോ അക്ഷരത്തിലും ഒരു സംസ്കാരത്തിന്റെ, ഒരു പൈതൃകത്തിന്റെ ആത്മാവ്. ഇവിടുത്തെ ക്ലാസിക്കൽ ടെക്സ്റ്റുകൾക്ക് ഒരു ഉദാഹരണമാണ് ഇത്തരം പടിയിട്ട് കെട്ടിയിട്ടുള്ള ടെക്സ്റ്റുകളാണ്. ഈ ഓലകളെല്ലാം തന്നെ നമ്മൾ വൃത്തിയായിട്ട് കൺസർവേഷൻ ചെയ്തതിന് ശേഷം ഇത് ഡിജിറ്റൈസ് ചെയ്ത് സൂക്ഷിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ ഇവിടെ ഇരുന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഓലകളാണ്. ഇങ്ങനത്തെ ഓലകൾ ഇത് പ്രധാനമായിട്ടും ക്ലാസിക്കൽ ടെക്സ്റ്റുകളിൽ ഇത് കൂടാതെ തന്നെ ഉള്ളതിൽ ഇതിപ്പോൾ എന്താ വെച്ചാൽ തൃശ്ശൂർ ജില്ലയിലെ ചൂണ്ടലിലുള്ള ഒരു വസ്തുവിഷയത്തെക്കുറിച്ചുള്ളതാണ്. ചീരട്ടമണ്ണ് മൂസൻ്റെ ഒരു ഇല്ലത്തെക്കുറിച്ചുള്ള ചില വിവരണങ്ങളാണ്. ഇങ്ങനെ കേരള ചരിത്രത്തിലുള്ള വളരെ പ്രധാനപ്പെട്ട അനവധി വിഷയങ്ങളും ഇതിനകത്തുണ്ട്. അത് കൂടാതെ നമ്മളുടെ കയ്യിലുള്ളത് ഇത്തരം നീണ്ട ഓലകളാണ്. ഇത്തരം നീണ്ട ഓലകൾ പ്രധാനമായിട്ടും കൈകാര്യം ചെയ്ത് ക്ഷേത്രത്തെക്കുറിച്ചുള്ള വിവരങ്ങളാണ്. അതായത് ഏത് തരത്തിലുള്ള ഇതിപ്പോൾ ടെമ്പിൾ റെക്കോർഡാണ്. അതായത് അന്നാലുള്ള വരവ് ചെലവ് കണക്കുകൾ, നിത്യരേഖകളാണ്, നിത്യനിദാന രേഖകളാണ് അവർ പരാമർശിച്ചിട്ടുള്ളത്. എന്തെല്ലാം വരവുണ്ട്, എല്ലാവർക്കും പ്രതിഫലം അന്നത്തെ കാലത്ത് നെല്ലോ അരിയായിട്ടാണ് കൊടുക്കുക. ശാന്തികാരന് ഇത്ര പറ നെല്ല്, കഴകക്കാരന് ഇത്ര പറ നെല്ല് എന്നെല്ലാമാണ് വെച്ചിട്ടുള്ളത്. അങ്ങനെ അത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഏതെല്ലാം കൃഷിയിടങ്ങളിൽ നിന്നുള്ള വരുമാനമാണ് ഓരോരുത്തർക്കായിട്ട് നീക്കി വെച്ചിട്ടുള്ളത് എന്നും പറയും. ഇപ്പോൾ മാഞ്ഞൂരിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് ഇന്ന കാര്യങ്ങൾ നടത്തണം, അതുപോലെ നെട്ടാശ്ശേരി എന്നുള്ള കാര്യങ്ങളിൽ ഇന്ന കാര്യങ്ങളാണ് നടത്തേണ്ടത് എന്നെല്ലാം പറഞ്ഞ് വളരെ കൃത്യമായിട്ടുള്ള വ്യവസ്ഥകൾ ഇതിനകത്തുണ്ട്. അപ്പോൾ ഈ ഒരു ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം അനവധി കാലമായിട്ട് 1000 വർഷമായിട്ട് അവർ നടത്തി വരുന്ന ഒരു ക്ഷേത്ര സംഗീതത്തിലുള്ള എല്ലാ വസ്തുവിവരങ്ങളും കാര്യങ്ങളും ഇതിനകത്ത് രേഖപ്പെടുത്തി പല കാലത്തായിട്ട് പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് വരുമാന സ്രോതസ്സുകളായിട്ടോ അല്ലെങ്കിൽ ചെലവിനങ്ങളായിട്ടോ അല്ലെങ്കിൽ പ്രത്യേക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടോ ഒക്കെ വെച്ചിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ അങ്ങനെ പറയുന്ന കൂട്ടത്തിൽ ഈ ആന ക്ഷേത്രത്തിൽ ഒരിക്കലും ഇടയുണ്ടായി.
അപ്പോൾ അത് ഉത്സവത്തിൻ്റെ ഇടയിൽ ആന ഇടഞ്ഞത് എന്ന് പറഞ്ഞ് അധികം മരണ ചെലവ്. അതുപോലെ ഒരിക്കൽ കമ്പം എന്ന് പറയുന്ന ഒരു കമ്പം കെട്ടിയതിൽ എന്ത് വ്യത്യാസം വന്നിട്ട് ക്ഷേത്രോത്സവത്തിൻ്റെ ഇടയിൽ കമ്പം പൊട്ടി തെറിച്ചതിന് ശേഷം കുറേ പേര് മരിച്ചു പോയിട്ടുണ്ടായി കുറേ വർഷങ്ങൾക്ക് മുമ്പ്. അത്തരം കാര്യങ്ങളൊക്കെ ഓലകളിൽ നിന്നാണ് നമ്മൾ അറിയുന്നത്. ഇത് കൂടാതെ ക്ഷേത്രത്തിൻ്റെ വരുമാനങ്ങൾ എങ്ങനെയാണ് നിശ്ചയിക്കുക? മഞ്ഞപ്പൊടി ഒരു പ്രധാനപ്പെട്ട ക്ഷേത്രത്തിലെ ഒരു ഇനമാണ്. അപ്പോൾ മഞ്ഞൾ എങ്ങനെയാണ്, എവിടേക്ക് നിന്നൊക്കെയാണ് അത് ഉപയോഗിക്കുന്നത്? മഞ്ഞൾ എവിടെ നിന്നാണ് വരുന്നത്? അതിന് എത്ര ചിലവ് വരുന്നുണ്ട്? അത് ഇടിക്കാൻ എത്ര ചിലവ് വന്നിരിക്കുന്നത്? പൊടിയായി രൂപത്തിൽ എങ്ങനെയാണ് ആക്കിയത്? ഇങ്ങനെ അനവധി കാര്യങ്ങൾ മഞ്ഞളിനെ പറ്റി നമുക്ക് കാണാൻ പറ്റും. ആ കാലത്തുള്ള എക്കണോമിക് ഹിസ്റ്ററി ഇതിൽ പറയുന്നുണ്ട്, സോഷ്യൽ ഹിസ്റ്ററി പറയുന്നുണ്ട്, പിന്നെ സമൂഹ രൂപീകരണത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അങ്ങനെ ഇത്തരം ഓലകൾ യഥാർത്ഥത്തിൽ ഒരു നാടിൻ്റെ, ഒരു സമൂഹത്തിൻ്റെ ഒക്കെ ചരിത്ര രേഖകളാണ്. അവ പഠിക്കപ്പെടേണ്ടതാണ്. അവ തുടർന്നും ഗവേഷണത്തിന് വിധേയമാക്കേണ്ടതാണ്. ഓലകൾ കൺസർവ് ചെയ്യുന്ന രീതി എങ്ങനെയാണ്? സംരക്ഷണ രീതി സാധാരണഗതിയിൽ ഇതിൻ്റെ ക്ലാസിക്കൽ രീതിയിലാണ് ചെയ്യുന്നത്. ഇതിൽ ട്രെയിനിങ് കിട്ടിയിട്ടുള്ള വ്യക്തിയാണ് അത് ചെയ്യുന്നത്. ഇത് ചെയ്യുന്ന രീതി സാധാരണഗതിയിൽ ബേസിക് കൺസർവേഷൻ എന്ന് പറയുന്നത് പുൽത്തൈലം വെച്ച് ആദ്യം ഫംഗസ് ഒക്കെ റിമൂവ് ചെയ്ത്, ബ്ലാക്ക് ഫംഗസ്, വൈറ്റ് ഫംഗസ് ഒക്കെ ഉണ്ടായിരിക്കും. ഫംഗസ് എല്ലാം റിമൂവ് ചെയ്തതിന് ശേഷം അതിൽ പുൽത്തൈലം വെച്ച് കുറച്ച് കൺവെൻഷൻ നമ്മൾ ഉപയോഗിക്കുന്നത് വ്യക്തമായിട്ട് വായിക്കാൻ വേണ്ടിയിട്ടാണ്. അതും കൂടി ഉപയോഗിച്ച് ക്ലീൻ ചെയ്തെടുത്തിട്ട് അതിനെ കാറ്റലോഗ് ചെയ്യുക, അതിനെ നമ്പർ ചെയ്യുക. പിന്നെ ക്ലാസിക്കൽ ഗ്രന്ഥങ്ങളൊക്കെ ആകുമ്പോൾ അതിൻ്റെ പലതും നമ്പറൊക്കെ തെറ്റിപ്പോയിട്ടുണ്ടാവും, പടികൾ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അപ്പോൾ അതിന് പടികൾ ഇട്ടിട്ട് കെട്ടുക. അങ്ങനെ എല്ലാ തരത്തിലുള്ള കൺസർവേഷൻ ടെക്നിക്കുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഓലകളിൽ ചില വളരെയധികം ഡാമേജ് പറ്റിയിട്ടുള്ളതുണ്ട്, വളരെ നനഞ്ഞിട്ടും ഒക്കെ ഉപയോഗിച്ചിട്ട്. അതായത് ഈ ഓലകളുടെ ഒരു പ്രശ്നം, അത് പൂജയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കും. അപ്പോൾ പൂജയുടെ സമയത്ത് ഗ്രന്ഥമായിട്ട് എടുത്തു വെക്കുമ്പോൾ അതിൽ ഈ വെള്ളം തളിക്കുന്നത് ഇതിന് ഭയങ്കര ആപത്താണ്. അത് നോക്കാതെ വെച്ച് കഴിഞ്ഞാൽ അത് ഒട്ടിപ്പിടിക്കുകയും അതിൽ ഫംഗസ് വരികയും അത് പൂർണ്ണമായിട്ടും പൊടിഞ്ഞ് നശിച്ചു പോവുകയും ചെയ്യും. ഇങ്ങനെയുള്ള കുറച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു. പലരും കൊണ്ടുവന്ന് തന്നിട്ടും ഒക്കെ. ചിലതൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല. ചിലത് നമ്മൾ കൺസർവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ലാബ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അതിനുവേണ്ട സൗകര്യങ്ങളും ചെയ്തു തന്നിട്ടുണ്ട്. നമ്മളത് ഇന്ന് ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് കൺസർവേഷനെ കുറിച്ചുള്ളത്. ഡിജിറ്റൈസേഷൻ്റെ കാര്യത്തിൽ ഡിജിറ്റൈസേഷന് വേണ്ടിയിട്ട് കോപ്പി ബുക്കായിട്ട് ഇപ്പോൾ നല്ലൊരു ജർമ്മൻ ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ഒരു സ്കാനർ, ഹൈ റെസൊല്യൂഷൻ സ്കാനർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതൊരു 600 dpi ഉള്ള ടിഫ് ഇമേജ് ആയിട്ട് സ്കാൻ ചെയ്യും ഓലകളിൽ. വളരെ വ്യക്തമായിട്ടുള്ള സ്കാനർ. അത് നാഷണൽ സ്റ്റാൻഡേർഡ് വെച്ചിട്ട് ഗ്യാൻ ഭാരത് മിഷൻ നമ്മളോട് ഇൻസ്ട്രക്ട് ചെയ്തിട്ടുള്ള അതേമാതിരിയുള്ള സ്റ്റാൻഡേർഡിൽ തന്നെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് ഓരോ ഇമേജുകളും, ഇപ്പോൾ ഒരു ഓല എന്ന് പറഞ്ഞാൽ അതിന് 2 സൈഡിലും എടുക്കണം. 2 പുറം എടുത്തതിന് ശേഷം ഇത് സ്കാൻ ചെയ്തെടുക്കുന്ന സമയത്ത് ഇപ്പം നമ്മൾ ഒരാഴ്ച മുമ്പേ കൊണ്ട് തന്നെ ഇത് തുടങ്ങിയിട്ട് 3.5 മാസം കൊണ്ട് തന്നെ നമ്മൾ 1,00,000-ലധികം ഇമേജുകൾ ഇപ്പം നമ്മളിവിടെ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞു. അത്രയും ഫാസ്റ്റായിട്ട് നമുക്കിത് സ്റ്റോർ ചെയ്യാൻ കഴിയുന്നുണ്ട്, വർക്ക് ചെയ്യുന്നുണ്ട്. 3 പേര് അതിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട്. ഇവരെല്ലാം രാവിലെ 9 മണി തൊട്ട് 8:45 തൊട്ട് വൈകുന്നേരം 6 മണി വരെ കഠിന പരിശ്രമം ചെയ്തിട്ടാണ് 1,00,000-ലധികം ഇമേജുകൾ നമ്മൾ ഇപ്പോൾ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അതിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ സാധാരണ ഇമേജുകൾ മാത്രമാണ് ഉണ്ടാക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇതിന് മെറ്റാഡാറ്റ ഉണ്ടാക്കാനുള്ള സോഫ്റ്റ്വെയർ കൂടി ജ്ഞാൻ ഭാരതം തന്നിട്ടുണ്ട്. ഓതർ, ടൈറ്റിൽ, ഇപ്പോൾ രാമായണം എന്ന അതിൻ്റെ ഓതർ വാൽമീകി, അങ്ങനെ അതിൻ്റെ സ്ക്രൈബ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഇയർ, കോപ്പി ചെയ്ത ഇയർ ഉണ്ട്. അതുപോലെ അത് എന്ത് സബ്ജക്റ്റാണ് കൈകാര്യം ചെയ്യുന്നത്, സംസ്കൃത മൂലമാണോ, അധ്യാത്മ രാമായണ കിളിപ്പാട്ടാണോ, അങ്ങനെയുള്ള വിവരങ്ങളുണ്ട്. അങ്ങനെ ഒരു അതിൻ്റെ ബാർകോഡ് ഉണ്ട്. അങ്ങനെ അതിൻ്റെ വെരിഫിക്കേഷൻ ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ട്. അങ്ങനെ അവർ കൊടുത്തിട്ടുള്ള 100-ലധികം 128ഓളം ഫീൽഡുകൾ നമ്മൾ ഫില്ല് ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ ഓരോ ഓലകൾക്കും ചെയ്തിട്ടാണ് നമ്മൾ ഇത്രയധികം വലിയൊരു കളക്ഷൻ ചെയ്തിട്ടുള്ളത്. ഈ ഗ്രന്ഥങ്ങൾ പൊതുവെ കാണുമ്പോൾ അതിലെ ലിപി വായിക്കാനും പരിചയമില്ലാത്ത ആളുകൾക്ക് തോന്നുക ഇതിൽ എന്തെങ്കിലും ഒരു ഡാവിഞ്ചി കോഡ് മാതിരി രഹസ്യമുണ്ടോ എന്നൊരു തോന്നൽ സ്വാഭാവികമായിട്ടും ഉണ്ടാവും. അതിൽ എന്തെങ്കിലും ഇതുവരെ പുറത്തു വരാത്ത വിവരങ്ങളുണ്ടോ, അതിൽ എന്തെങ്കിലും അതീവ രഹസ്യമായ കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ടോ? ഇതൊരു പൊതു സമൂഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാടാണ്. അത് സ്വാഭാവികമാണ്, അതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. അതിൽ യഥാർത്ഥത്തിൽ
ഇതിൽ പുറത്തു വരേണ്ടത് ഗവേഷണ മാതൃകകളാണ്. അല്ലാതെ ഒന്നുമില്ല. നമ്മൾ വിചാരിക്കുന്നത് ഈ ഒരു അത്ഭുതം കൂറുന്ന കുറേ കാര്യങ്ങളുള്ളത് ഗവേഷണ സാധ്യതകളാണ്. അല്ലാത്തൊരു കാര്യങ്ങളില്ല. ഗവേഷണ സാധ്യതകൾ എന്ന് പറയുമ്പോൾ ഇതിൽ പല ഗ്രന്ഥങ്ങളും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ഈ ഓലകൾ പുറത്തു വന്നിട്ടില്ല. അത് ക്ഷേത്ര സംബന്ധമായിട്ട് കോട്ടയത്തിൻ്റെ ചരിത്ര സംബന്ധമായിട്ടുള്ള അനവധി കാര്യങ്ങളാണ് ഈ പറയുന്നത്. കോട്ടയത്തിൻ്റെ ചുറ്റുമുള്ള ഗ്രാമങ്ങളിലെ ഭൂമി ഒക്കെ അതിനെക്കുറിച്ച് വളരെ വിശദമായ പഠനങ്ങൾ, അതിൻ്റെ എക്കണോമിക് ഹിസ്റ്ററി, സോഷ്യൽ ഹിസ്റ്ററി, അങ്ങനെ അനവധി കാര്യങ്ങളാണ് അതിനകത്ത് പറയുന്നത്. സാമൂഹിക രൂപീകരണം, ഇതൊന്നും ഒരു കാലത്ത് 100, 200, 300 വർഷങ്ങൾ കഴിഞ്ഞ് നമ്മളെല്ലാം വായിച്ചിട്ട് എഴുതി വയ്ക്കപ്പെട്ടിട്ടുള്ളതല്ല. ഇത് എഴുതി വയ്ക്കുന്നത് കാലത്ത് അതൊരു പ്രത്യേക ആവശ്യത്തിന്, അന്നുള്ള വരുമാനങ്ങൾക്ക് എഴുതാനോ പ്രത്യേക ആവശ്യങ്ങൾക്ക് വേണ്ടി എഴുതി വയ്ക്കുന്നതാണ്. കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ നമ്മളിത് വായിക്കുമ്പോൾ ഇന്ന് ആ സമൂഹം നിലനിൽക്കുന്നില്ല. ഒരു തരത്തിലുള്ള അത്തരം സമൂഹങ്ങളൊന്നും തന്നെ നിലനിൽക്കുന്നില്ല. അന്നത്തെ സോഷ്യൽ ഹിസ്റ്ററി അല്ല, എക്കണോമിക് ഹിസ്റ്ററി അല്ല ഇന്നുള്ളത്. അതിലൊക്കെ വളരെയധികം പരിവർത്തനങ്ങൾ വന്നു കഴിഞ്ഞു. അപ്പോൾ ഇന്ന് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ അത് ഗവേഷണ സാധ്യതകളോട് കൂടിയിട്ടുള്ള ഒരു വലിയ മഹാ ട്രഷർ, ഒരു നിധിയാണത്. അതാണ് ഇതിൻ്റെ സാധ്യത, അതാണ് ഇതിൻ്റെ അത്ഭുതവും. അതല്ലാതെ അതിൽ ക്രാക്ക് ചെയ്തെടുക്കപ്പെടുന്നുണ്ട് എന്തെങ്കിലും രഹസ്യങ്ങളുണ്ട് എന്നുള്ളത് സമൂഹത്തിൻ്റെ പൊതുവെ സമൂഹം അങ്ങനെ വിചാരിക്കാൻ ഇഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ട് അവരങ്ങനെ വിചാരിക്കുന്നതാണ്. പിന്നെ ആ ലിപി അവർക്ക് പരിചയമില്ല, ഭാഷ പരിചയമില്ല, സാധാരണ ട്രെയിനിങ് കിട്ടാതെ നമുക്കത് വായിക്കാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ ഇതിൽ ഈ ചിഹ്നങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ മലബാറിലും കൊച്ചിയിലും തിരുവിതാംകൂറിലുള്ള വ്യത്യാസം എന്താ വെച്ചാൽ ചിഹ്നങ്ങൾക്കൊക്കെ ചില മാറ്റങ്ങളുണ്ട്. 2 പറയ്ക്ക് അങ്ങനെ ചിഹ്നങ്ങൾക്കൊക്കെ അവർ ചില മാറ്റങ്ങൾ ഉണ്ട്. അത് കാരണം ഈ ചിഹ്നങ്ങളും സാധാരണക്കാരന് ട്രെയിനിങ് ഇല്ലാതെ വായിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് അവരൊക്കെ അത് വിചാരിക്കുന്നത് ഇതിലെന്തെങ്കിലും രഹസ്യ സ്വഭാവം ഉണ്ടോ എന്നുള്ളത്. സ്വാഭാവികമായിട്ട് ഇതിലുള്ളത് അതീവ ഗവേഷണം അർഹിക്കുന്ന, വിലമതിക്കാനാവാത്ത രേഖകളാണ് എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. 37,200-ലധികം താളിയോലകൾ ശേവതിയുടെ ശേഖരത്തിലുണ്ട്. ആയുർവേദം, ജ്യോതിശാസ്ത്രം, വാസ്തുവിദ്യ, സാഹിത്യം, കവിത, അങ്ങനെ അനേകം വിജ്ഞാന ശാഖകളുടെ അമൂല്യ പാരമ്പര്യം ഈ ശേഖരത്തിലുണ്ട്. മറ്റൊരു കാര്യം, ഈ മ്യൂസിയം ഈ താളിയോല ഗ്രന്ഥങ്ങളെയും മറ്റും പരിപാലിക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങളുടെ ഒപ്പം തന്നെ ഇതിൻ്റെ 1937 ജാനുവരി മാസം 19-ാം തീയതി രാവിലെ 11 മണി നേരത്ത് ഇവിടെ ഗാന്ധിജി ക്ഷേത്രപ്രവേശനവുമായിട്ട്, തിരുവിതാംകൂറിലെ ക്ഷേത്രപ്രവേശനവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. ഗാന്ധിജിയുടെ ഈ കുമാരനെല്ലൂർ സന്ദർശനം അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ PA അത് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഗാന്ധിജിയുടെ കുമാരനെല്ലൂർ പ്രസംഗം എന്ന് പറഞ്ഞ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അന്ന് ഗാന്ധിജി വന്നപ്പോൾ പെട്ടെന്നാണ് വന്നത്. അത് കാരണം പന്തലൊന്നും ഇട്ടിരുന്നില്ല. അദ്ദേഹം ഒരു മേശപ്പുറത്ത് ഇരുന്നിട്ടാണ് പ്രസംഗിച്ചത് എന്നൊക്കെ അന്ന് കണ്ടിട്ടുള്ള സാക്ഷികൾ പറയുന്നുണ്ട്. അത് അദ്ദേഹം ഏതാണ്ട് 200ഓളം വരുന്ന ഹരിജനങ്ങളെ കൂട്ടി ക്ഷേത്രപ്രവേശനം നടത്തുകയും ഇത്രയും അദ്ദേഹം പറഞ്ഞൊരു പ്രധാനപ്പെട്ട ഒരു വസ്തുത, ഇത്രയും ഒരു ഓർത്തഡോക്സ് ആയിട്ടുള്ള ഒരു തിരുവിതാംകൂറിൻ്റെ ക്ഷേത്രം സാധാരണ ജനങ്ങൾക്ക് തുറന്നു കൊടുത്ത സ്ഥിതിക്ക് ഇനി ആർക്കും തന്നെ പ്രവേശനം നിഷേധിക്കാൻ സാധ്യമല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം കണ്ണുനീർ വാർത്തതായിട്ടൊക്കെ CN തുപ്പൻ നമ്പൂതിരി അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഗാന്ധിജിയുടെ സന്ദർശനത്തിൻ്റെ ഒരു മ്യൂസിയം അവിടെ ആദ്യകാലത്ത് തന്നെ ഉള്ള ഒരു പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഉണ്ട്. മറ്റൊന്ന്, ഇവിടെ 2 സ്കൂളുകളാണ്. ഈ 2 സ്കൂളുകളും ഒന്ന് ഒരു LP സ്കൂളാണ്, രണ്ടാമത്തത് അതിൻ്റെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളാണ്. അതിലുള്ള ഹൈസ്കൂളുമായിട്ടുള്ള ഒരു പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. ക്ഷേത്രം, കുമാരനെല്ലൂർ ക്ഷേത്രത്തിൻ്റെ സവിശേഷത കഴിഞ്ഞ 1000 വർഷമായിട്ട് കുമാരനെല്ലൂർ ഒരു വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു സാംസ്കാരിക കേന്ദ്രവും ഒരു പൂർണ്ണമായ ക്ഷേത്രവുമായതുകൊണ്ട് അവിടെ വാദ്യം, കല, ചുമർചിത്രം ഇവിടെ ഇല്ലാത്തതായിട്ടുള്ള ക്ഷേത്രത്തിനോടനുബന്ധിച്ച് ഒരു സാംസ്കാരിക കേന്ദ്രമായിട്ട് എന്തെല്ലാം വേണ്ടതുണ്ടോ അതെല്ലാം തന്നെ ഈ ക്ഷേത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് അതിൻ്റെ കൂടെ ഉള്ള ഒരു മഹാനിധിയാണ് ഈ ശേവധി. ശേവധി എന്ന് പറയുന്നത് കുബേരൻ്റെ സമ്പത്തിൻ്റെ അധിദേവതയായിട്ടുള്ള കുബേരൻ്റെ നവനിധികളിൽ 9 നിധികളിൽ ഒരെണ്ണമാണ്.
അത് പിന്നെ ശേവധി എന്ന് പറയുന്നത് വിജ്ഞാനത്തിൻ്റെ മഹാനിധി എന്ന അർത്ഥത്തിൽ എടുത്താലും തീരാത്തത്ര വലിയ ഒരു ശേഖരം എന്ന അർത്ഥത്തിലാണ് നാം ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഇതിൻ്റെ എംബ്ലം നമ്മൾ ഉപയോഗിക്കുന്നത് 10, 200, 300 കൊല്ലങ്ങൾക്ക് മുൻപേ ഈ ക്ഷേത്രത്തിലുള്ള എല്ലാ താളിയോല ഗ്രന്ഥങ്ങളിലും ഭഗവതി എന്നും ഉള്ള ഒരു എംബ്ലം ഇവിടെ നിന്ന് ഒരു പഞ്ച് മാർക്കഡായിട്ട് ചാപ്പ കുത്തി കൊടുക്കുമായിരുന്നു. അതിലൊരു തിരുവിതാംകൂറിൻ്റെ ഒരു ചിഹ്നമായിട്ടുള്ള ഒരു ശംഖുമുദ്രയും അതിനകത്തുണ്ട്. ഇങ്ങനെ അതാണ് നമ്മളിപ്പോൾ ശേവധിയുടെ എംബ്ലമായിട്ട് ഉപയോഗിച്ചു വരുന്നത്. ഏത് നിലയ്ക്കും വിദ്യാഭ്യാസത്തിൻ്റെയും ഉപരിപഠനത്തിൻ്റെയും ഗവേഷണത്തിൻ്റെയും കാര്യത്തിൽ യൂണിവേഴ്സിറ്റിയുമായിട്ട് ചേർന്ന്, ഏതെങ്കിലും ഇന്ത്യൻ പബ്ലിക് യൂണിവേഴ്സിറ്റികളുമായിട്ട് ചേർന്ന് ഗവേഷണത്തിന് വലിയ സാധ്യത ഉള്ള ഒരു ശ്രദ്ധേയമായിട്ടുള്ള ഒരു ഗവേഷണ കേന്ദ്രമായിട്ട് ഇതിനെ മാറ്റിയെടുക്കേണ്ടതുണ്ട്. അതിനുള്ള ശ്രമമാണ് ഇവിടെ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് നടന്നു വരുന്നത് എന്നുള്ളതാണ് ഇവിടെ പറയാനുള്ളത്. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് അരുൺ വാസുദേവൻ. ഞാൻ ശേവധി മ്യൂസിയം ആൻഡ് ഇൻഡോളജിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സെക്രട്ടറിയാണ്. കുമാരനല്ലൂർ അമ്പലത്തിലെ വലിയൊരു താളിയോല ശേഖരം കണ്ടെത്തി അത് ഇത്തരം ഒരു റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആക്കി എടുത്തൊരു കഥയാണ് എനിക്ക് പറയാനുള്ളത്. ഇത് കുമാരനല്ലൂർ ദേവീക്ഷേത്രത്തിൻ്റെ ക്ഷേത്രം കച്ചേരിയുണ്ട്. ഇപ്പോൾ ദേവസ്വം ഓഫീസായിട്ട് പ്രവർത്തിക്കുന്ന കച്ചേരിയുടെ ഒരു തട്ടിന് മുകളിൽ ഒരു വലിയ കളക്ഷനായിട്ട് കിടക്കുകയായിരുന്നു. ശരിക്കും പലർക്കും അറിയില്ലായിരുന്നു, ഓഫീസിലുള്ള ചിലർക്ക് മാത്രം അറിയാം. എക്സിക്യൂട്ടീവ് ഓഫീസർ ശ്രീ ES ശങ്കരൻ നമ്പൂതിരിയും ചൂരക്കാട്ട് ഇല്ലത്തെ ഇപ്പോൾ ഊരാൺമയോഗം സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ CS ഉണ്ണിയും ഒക്കെ പറഞ്ഞതിനനുസരിച്ചാണ് ഇത് ഒരു ദിവസം ആ തട്ടിൻ്റെ മുകളിൽ കയറി താഴെ ഇറക്കി നോക്കി. ഇതിൻ്റെ പ്രസക്തി എന്താണെന്നുള്ളത് കോട്ടയം ജില്ലയിലെ നല്ലൊരു ശതമാനം സ്ഥലത്തിൻ്റെയും ആധാരങ്ങൾ, പഴയകാലത്തെ ആധാരങ്ങൾ, പഴയ പാട്ടവ്യവസ്ഥകൾ, കമ്മ്യൂണിക്കേഷൻസ്, പഴയ കത്തിടപാടുകൾ, അത്തരം ഒരുപാട് ഒരു എക്കണോമിക് ഹിസ്റ്ററി, പൊളിറ്റിക്കൽ ഹിസ്റ്ററി, സോഷ്യൽ ഹിസ്റ്ററി പഠിക്കാനുള്ളവർക്ക് ഉള്ള ഒറിജിനൽ ഡാറ്റയാണ് നമുക്ക് അവിടെ നിന്ന് കിട്ടിയത്. അതോടൊപ്പം ഒരുപാട് ഗ്രന്ഥങ്ങളും ഉണ്ടായിരുന്നു. മരുന്നുകൾ തന്നെ പല വിധത്തിൽ, അഷ്ടാംഗഹൃദയം, അത്തരം, അതുമാത്രമല്ല ഗജശാസ്ത്രമുണ്ട്, പാലകാപ്പിയുണ്ട്. അപ്പോൾ അത്തരം ഒരു നല്ല വെറൈറ്റി ഉള്ള ഒരു കളക്ഷനാണ് നമുക്ക് അവിടെ നിന്ന് കിട്ടിയത്. ശരിക്കും പഴയ കാലത്ത് എപ്പോഴോ അത് അതിൻ്റെ മുകളിലേക്ക് എല്ലാം കൂടെ ഒരുമിച്ച് വാരിയിട്ടതാണ്. വല്ലാത്തൊരു സാഹചര്യത്തിലായിരുന്നു കണ്ടത്. താഴെ ഇറക്കിയതിന് ശേഷം നമ്മൾ ശ്രീ MG ശശിഭൂഷൺ സാറിന് ഇതിൻ്റെ ഫോട്ടോ അയച്ചു കൊടുത്തു. സാറാണ് ഈ ഒരു ദൈവദൂതനെ പോലെ ശ്രീ രാജേന്ദു സാറിനെ ഇങ്ങോട്ട് വിട്ടത്. രാജേന്ദു സാറ് ഈ ഒരു മേഖലയിലെ പഠനത്തിന് വേണ്ടിയിട്ട് ജീവിതം ഒഴിഞ്ഞു വെച്ചിട്ടുള്ള ആളാണ്. സാറ് അന്ന് കോഴിക്കോടായിരുന്നു. കോഴിക്കോട് നിന്ന് ഇവിടെ വന്നു, ക്ഷേത്രത്തിൻ്റെ ഗസ്റ്റ് ഹൗസിൽ താമസിച്ചു. ഇതെന്താണ് എന്ന് മുഴുവൻ ഓടിച്ചു നോക്കി. അദ്ദേഹം പറഞ്ഞു, ഇത് ഹ്യൂജ് കളക്ഷനാണ്, ഇത് നല്ലൊരു അവസരമാണ്, ഇത്തരം പഠന രീതികൾ കേരളത്തിൽ അധികമില്ല, അതുകൊണ്ട് ഇതൊരു പഠനവിധേയമായിട്ട് ഒരു റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ട് നമുക്ക് ചെയ്യാം എന്ന് പിന്നീട് അദ്ദേഹം ആലോചിച്ചു. അദ്ദേഹം അത് ഊരാൺമയോഗത്തിൽ വന്ന് കുമാരനല്ലൂർ ക്ഷേത്രത്തിൻ്റെയും സ്കൂളിൻ്റെയും മറ്റു കാര്യങ്ങളെല്ലാം നോക്കി നടത്തുന്ന കുമാരനല്ലൂർ ഊരാൺമയോഗമാണ്. അപ്പോൾ അതിൽ അദ്ദേഹം വന്ന് ഇത് പ്രസൻറ്റ് ചെയ്തു. എല്ലാവരും അതിനെ സപ്പോർട്ട് ചെയ്തു. എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കിത് മുമ്പോട്ട് നീക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ക്ഷേത്രത്തിൻ്റെ ഒരു കൊട്ടാരം, നമ്മളിപ്പോൾ ഇരിക്കുന്ന കൊട്ടാരത്തിലാണ്, ഒരു അബാൻഡൻഡ് ബിൽഡിംഗ് ആയിട്ട് കിടക്കുകയായിരുന്നു. മുഴുവൻ ആരും തിരിഞ്ഞു നോക്കാനില്ലാതെ ആകെ ഉപയോഗശൂന്യമായിട്ട് കിടക്കുകയായിരുന്നു. ഇത് തന്നെയാണ് ഇതിന് പറ്റിയ സ്ഥലം എന്ന് രാജേന്ദ്ര സാറ് നിർദ്ദേശിച്ചതനുസരിച്ച് ഇത് നമുക്ക് ശരിയാക്കി എടുക്കാമെന്ന് ദേവസ്വം മാനേജർ എല്ലാവരും കൂടെ സമ്മതിച്ചു. അപ്പോൾ മുരളി സാറായിരുന്നു അന്ന് മാനേജർ. മുരളി സാറ് നന്നായിട്ട് തന്നെ അതിൻ്റെ വർക്കുകൾ ചെയ്യണം എന്നുള്ള ആഗ്രഹത്തോടെ RITയിലെ ഡീനായിട്ടുള്ള ബിനുമോൾ ടോമിനെ ഇങ്ങോട്ട് വിളിച്ചു. അവർ ഒരു കൺസർവേഷൻ ആർക്കിടെക്റ്റാണ്. ബിനുമോൾ മാഡം പറഞ്ഞതിനനുസരിച്ചാണ് വർക്കുകളെല്ലാം നടത്തിയത്. അത് അതിൻ്റെ തനതായ ശൈലിയിൽ തന്നെ, പോയ ഭാഗങ്ങൾ തടിയിൽ തന്നെ നമുക്ക് ശരിയാക്കി എടുക്കണം. അതിന് ഏറ്റവും കൂടുതൽ ഇൻപുട്ട് തന്നത് ഹാബിറ്റാറ്റിലെ വിജയകുമാർ സാറാണ്. ഇവിടെ അടുത്ത് തന്നെയാണ് താമസിക്കുന്നത്. സാറ്
നല്ല രീതിയിലുള്ള സപ്പോർട്ട് തന്നു. അദ്ദേഹത്തിൻ്റെ പ്രൊഫഷണലിസം ഇവിടെ ഉപയോഗിച്ചു. അപ്പോൾ ഈ കൊട്ടാരം ഒന്നുമില്ലാതെ പൊടി പിടിച്ച് കിടന്നിരുന്ന ഒരു സ്ഥലം നല്ല രീതിയിൽ, ഇപ്പോൾ കാണുന്ന രീതിയിൽ, സുന്ദരമായ രീതിയിൽ അത് അദ്ദേഹം പണിതു തന്നു. അതിനുശേഷം ഈ ഓലകൾ ഇങ്ങോട്ട് മാറ്റി ഷെൽഫിൽ ഇതെല്ലാം ഡിസ്പ്ലേ ചെയ്യുന്ന രീതിയിലേക്കാക്കി. ശരിക്കും ഭഗവതി ഒരു മായാജാലം കാണിച്ചതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കുമാരനെല്ലൂർ അമ്പലത്തിൽ എവിടെ വന്നാലും ഒരു നിധി പോലെയാണ്. കാരണം ഇത്രയും നാളും ഇത് കാണാതെ കിടന്നു. ഞങ്ങളവിടെ ഇത്രയും വർഷമായിട്ട് കയറി ഇറങ്ങുന്നവർക്ക് ഇത് കാണാനുള്ള ഒരു ഭാഗ്യം കിട്ടിയില്ലായിരുന്നു. പിന്നെ ഇതിൻ്റെ ഭാഗമായിട്ട് നിൽക്കാൻ പറ്റുന്നു. ഭഗവതി ഇങ്ങനെ ഓരോ മാജിക്കും ഇടയ്ക്ക് കാണിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ വിശ്വാസം. ശരിക്കും രാജേന്ദ്ര സാറ് അതിൽ വളരെ സീരിയസ് ആയിട്ട്, അദ്ദേഹം പ്രതിഫലേച്ഛയില്ലാതെ ഇവിടെ വന്ന് താമസിച്ച് 2 കൊല്ലമായിട്ട് അതും അദ്ദേഹത്തെ പോലൊരു എക്സ്പീരിയൻസ്ഡ് ഹാൻഡ്, അത്രയും വിദ്യാഭ്യാസമുള്ള ഒരാൾ ഇവിടെ വന്ന് അത്രയ്ക്ക് എഫേർട്ട് ഇട്ടപ്പോഴാണ് ഞങ്ങൾക്ക് ഇതിൻ്റെ വില മനസ്സിലായത്. നമ്മളൊരു സാധാരണക്കാരൻ എന്നുള്ള നിലയ്ക്ക് ഇതിൻ്റെ മൂല്യം അത്രയ്ക്ക് അറിയില്ലായിരുന്നു. സാറ് ഞങ്ങളെ ആദ്യം എഡ്യൂക്കേറ്റ് ചെയ്തു. ഓലകളുടെ ഡിജിറ്റൈസേഷൻ, കൺസർവേഷൻ പരിപാടികളാണ് ഇവിടെ നടക്കുന്നത്. നമുക്കിവിടെ പുറത്തുനിന്നുള്ള ഓലകൾ കൊണ്ടുവന്നാൽ കൺസർവേഷൻ ടെക്നിക്സ് എല്ലാം അപ്ലൈ ചെയ്തിട്ട് അത് ഇനിയും കൂടുതൽ കാലം നിലനിൽക്കാനുള്ളൊരു സെറ്റപ്പ് ആക്കി നമ്മൾ തിരിച്ചു കൊടുക്കേണ്ടവർക്ക് കൊടുക്കും. അല്ല, ഇവിടെ സൂക്ഷിക്കണം എന്നുള്ളവർക്കാണെങ്കിൽ ഇവിടെ സൂക്ഷിക്കാനുള്ള സൗകര്യം നമ്മളിവിടെ റെഡിയാക്കിയിട്ടുണ്ട്. എനിക്ക് ഒത്തിരി നന്ദി പറയാനുള്ളത് കുമാരനെല്ലൂർ ഊരാണ് ദേവസ്വവും അതോടൊപ്പം നാട്ടുകാർ. ഇത് കേട്ടപ്പോൾ ആൾക്കാർക്കും മനസ്സിലായി ഇത് കാര്യമുള്ള കാര്യമാണ്. ശരിക്കും എല്ലാവരും കൂടെ കൂടുമ്പോഴാണ് ഇതിൻ്റെ ഒരു ഭംഗി വരുന്നത്. ഇനിയും ഒത്തിരി ആവശ്യങ്ങളുണ്ട്. കാര്യം അധികം പഠനം നടക്കാത്തൊരു മേഖലയാണ്. കേരളത്തിൽ ഇതിനെപ്പറ്റി അധികം പഠനം നടക്കാത്തൊരു മേഖലയാണ്. ഭഗവതിയുടെ എല്ലാ അനുഗ്രഹവും ഉണ്ടെന്ന് തന്നെയാണ്. ഭഗവതിയുടെ പ്രത്യക്ഷമാണ്, കാണാനുണ്ട്. എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ മുന്നിട്ടിറങ്ങുമ്പോൾ അതങ്ങ് നടക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു അനുഗ്രഹത്തിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ മിക്കവാറും വർക്ക്ഷോപ്പുകളാണ്. ഈ മാനുസ്ക്രിപ്റ്റോളജി, പാലിയോഗ്രഫി, മാപ്പ് റെസ്റ്റോറേഷൻ, ഇത്തരം വർക്ക്ഷോപ്പുകൾ ഇവിടെ നടക്കുന്നു. പല കോളേജുകളിൽ നിന്നുള്ള കുട്ടികൾ ഇവിടെ വന്ന് പഠിക്കുന്നു, ഇതിനെപ്പറ്റി മനസ്സിലാക്കുന്നു. ഇത്തരം ഒരു മേഖല ഇവിടെ ഉണ്ടെന്ന് പലരും ഇപ്പോഴാണ് അറിയുന്നത്. ശരിക്കും എനിക്ക് തോന്നുന്നു ഇനിയും ഒത്തിരി പേര് കാണാനുണ്ട്. ഇത്തരം ഈ ഒരു സംവിധാനം എല്ലാവരും ഒന്ന് കണ്ട് മനസ്സിലാക്കേണ്ടതാണ്. നമ്മുടെ ക്ഷേത്രങ്ങൾ നമ്മുടെ പൈതൃകങ്ങളാണെന്നും അതിന് ഒരുപാട് വശങ്ങളിലേക്ക് അതിന് ചിന്തകളുണ്ടെന്നും പണ്ട് കാലത്ത് അഡ്മിനിസ്ട്രേഷനും ഭരണമൊക്കെ എങ്ങനെ നടന്നിരുന്നു എന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒറിജിനൽ ഡാറ്റയുണ്ട്. ഇതൊക്കെ മനസ്സിലാക്കാൻ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ആൾക്കാരും ഇവിടെയുണ്ട്. ശരിക്കും കുമാരനെല്ലൂരമ്മയുടെ ഒരു അനുഗ്രഹം തന്നെയാണ് ഇവിടെ. കേരളത്തിലെ വൺ ആൻഡ് ഓൺലി ഇൻഡിപെൻഡൻറ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ട് ശേവതി ഇപ്പോൾ മാറിയിട്ടുണ്ട്. ഇനി മുമ്പോട്ടും എല്ലാവരുടെയും സഹകരണത്തോടു കൂടി ഇത് എല്ലാവർക്കും പഠിക്കാനും അതോടൊപ്പം മറ്റ് ക്ലാസ്സുകൾ ഇവിടെ നടക്കുന്നുണ്ട്. ചെണ്ട, ചിത്രരചന, മൃദംഗം, അത്തരം ക്ഷേത്രകലകൾ ഇവിടെ പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഇനിയും നല്ലൊരു രീതിയിലേക്ക് അത് മറ്റ് ക്ഷേത്രങ്ങൾക്ക് ഒരു മാതൃകയാവാവുന്ന രീതിയിലേക്ക് മുമ്പോട്ട് പോകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. നമസ്കാരം. ജഗദംബയായ കുമാരനെല്ലൂരമ്മയുടെ ദിവ്യ സാന്നിധ്യത്തിൽ കാലത്തിന്റെ കാവലാളായി നിലകൊള്ളുകയാണ് ശേവതി താളിയോലപ്പുരം. ഈ അമൂല്യ പൈതൃകത്തെ ഭാവി തലമുറയ്ക്കായി സംരക്ഷിക്കാൻ നമ്മൾ പ്രതിജ്ഞാബദ്ധരാണ്.